മാനിഫെസ്റ്റേഷനെ കുറിച്ചൊക്കെ എല്ലാവരും പറയുന്നത് നമുക്ക് കേൾക്കാം. പല പല വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിനെ വളരെ ലഘുവായിട്ട്, വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമുക്കൊരാഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വപ്നം, അതിനെ റിയാലിറ്റി ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ്. നമ്മുടെ തന്നെ കഴിവിലൂടെ നമ്മൾ ക്രിയേറ്ററായിട്ട് മാറുന്ന ഒരു പ്രോസസ്സാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഉള്ളിൽ തന്നെ ആ ഒരു ക്രിയേറ്ററുടെ ശക്തി അല്ലെങ്കിൽ ഒരു സൃഷ്ടാവിൻ്റെ ശക്തി, അതായത് ഈശ്വരീയമായിട്ടുള്ള ഒരു ഡിവിനിറ്റി നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളെ, നമ്മുടെ സർക്കംസ്റ്റൻസസിനെ, ആളുകളെ എല്ലാം നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈഫിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ മാനിഫെസ്റ്റേഷൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷ്വലൈസേഷനാണ്. അപ്പോൾ എന്താണ് വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾക്ക് വേണ്ട ഒരാഗ്രഹം അല്ലെങ്കിൽ നമുക്ക് സാക്ഷാത്കരിക്കേണ്ട ഒരു ആഗ്രഹത്തെ അത് ഓൾറെഡി സംഭവിച്ച് കഴിഞ്ഞതായിട്ട് നമ്മൾ അനുഭവത്തിൽ, ഇപ്പോൾ നിലവിൽ ഈ മൊമെൻറ്റിൽ അനുഭവത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് വിഷ്വലൈസേഷൻ്റെ വെരി ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. അതായത് നമ്മൾ കണ്ണടച്ച് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് ലോകം കാണുന്നത് പോലെ കണ്ണടച്ചിട്ട്, നമ്മൾ ഇപ്പോൾ ഒരു ഉയർന്ന ജോലിയാണ് നമ്മുടെ ആഗ്രഹം എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നന്നായിട്ട് ജീവിതത്തിൽ സംഭവിക്കുക എന്നുള്ളതാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഇമേജ്, ഒരു പിക്ചർ, നമ്മൾ ഈ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ച് കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ഉണ്ടാവുക അതിലൊരു ഇൻസിഡൻ്റ് എടുക്കുക. ഇപ്പോൾ ഒരു വലിയ ജോബാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ജോബിൽ വലിയൊരു ഓഫീസ് റൂമിൽ ചിലപ്പോൾ ഇരിക്കുന്നതായിരിക്കാം, നമ്മൾ ആൾക്കാർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതായിരിക്കാം, വലിയ പേയ്മെൻറ്റ്, സാലറി നമ്മൾ അക്കൗണ്ടിലേക്ക് വരുന്നു. അപ്പം ഈ ഏതെങ്കിലും ഒരു സിനാരിയോ എടുത്തിട്ട് വളരെ വിവിഡായിട്ട്, വിവിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ആ ചിത്രത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇപ്പം നമ്മളൊരു ഓഫീസിൽ ഇരിക്കുന്നതായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നതെങ്കിൽ ആ ഓഫീസിലെ ടേബിളിൻ്റെ കളറ്, അതിൻ്റെ ഡിസൈൻ, വാതിലിൻ്റെ പിടി, ഇതെല്ലാം നമുക്ക് ആ വിഷ്വലൈസേഷനിൽ കൊണ്ടുവരാൻ പറ്റണം. അപ്പോൾ ഇതൊരു സ്കില്ലാണ്. നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം ഇത് നമുക്ക് നമുക്കത് വഴങ്ങും. അപ്പം ഇത്രയും മൈന്യൂട്ടായിട്ട് നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ആ ഒരു ചുറ്റുപാടിനെ നമുക്ക് കാണാൻ പറ്റണം. അതും വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് കാണാം. ഇപ്പം നമ്മുടെ റൂമിൽ എന്തൊക്കെയുണ്ട്, യഥാർത്ഥത്തിലുള്ള നമ്മുടെ റൂമിൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ നമ്മൾ ഫ്യൂച്ചറിൽ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ച് കഴിയുമ്പോൾ നമ്മൾ ആ വലിയൊരു ഓഫീസ് റൂമിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഓഫീസ് റൂമിൽ എന്തൊക്കെ കാണുമെന്ന് നമുക്കറിയാലോ. അത്ര ഡീപ്പായിട്ട് നമ്മൾ ഇമാജിനേഷൻ അവിടെ കൊണ്ടുപോകണം. ഓരോ കാര്യങ്ങളും, കലണ്ടർ ഉണ്ടെങ്കിൽ കലണ്ടർ, അല്ലെങ്കിൽ എല്ലാം കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇനി അതിനെ ഫീൽ ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ, അതായത് ആ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം, അതിന് നമ്മൾ അപ്പോൾ ഫീൽ ചെയ്യാൻ തുടങ്ങണം. നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ആ ഒരു ഇമോഷനെ എംബോഡി ചെയ്ത് ആ ഒരു ഇമോഷൻ നമ്മൾ അനുഭവിച്ച് അതിനൊരു സന്തോഷം നമ്മൾ കണ്ടെത്താൻ പറ്റണം. അതേസമയം തന്നെ ചുറ്റുപാടും ഉണ്ടാവാൻ സാധ്യതയുള്ള ശബ്ദങ്ങൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ കേൾക്കാൻ ശ്രമിക്കണം. അപ്പോൾ ശബ്ദവും ശ്രവണം, അതുപോലെ എല്ലാം നമ്മുടെ എല്ലാ സെൻസുകളും ചേർന്നിട്ട്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുകയാണ് വിഷ്വലൈസേഷൻ ശരിക്കും ചെയ്യുന്നത്. അപ്പോൾ ആ ശബ്ദത്തിൻ്റെ ഇതും, കാണുന്നതും കേൾക്കുന്നതും സ്പർശിക്കുന്നതും, നമ്മളിപ്പോൾ വാതിൽ തുറക്കുകയാണ്, വാതിൽ തുറക്കുമ്പോൾ ആ ഡോറിൽ നമ്മളിങ്ങനെ പിടിക്കുന്നത്, ആ പിടുത്തം നമ്മുടെ കയ്യിൽ ഫീൽ ചെയ്യാൻ പറ്റണം. അപ്പം അത്ര ഡെപ്തായിട്ട് വിഷ്വലൈസേഷൻ നിരന്തരമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ മാറാൻ തുടങ്ങും. ഇതാണ് വിഷ്വലൈസേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് നിരന്തരം കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഇതിൽ രാവിലെ എണീക്കുമ്പോൾ ചെയ്യുമായിരിക്കും, രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെയ്യുമായിരിക്കും. ഈ രണ്ട് സമയത്ത് നമ്മൾ നമ്മുടെ ബ്രെയിനിനെ റീവയർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലും അതിൻ്റെ ഇടയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇതുമായിട്ട് കോൺഫ്ലിക്റ്റ് ആവാവുന്ന, നമ്മുടെ ലക്ഷ്യമായിട്ട് കോൺഫ്ലിക്റ്റ് ആവുന്ന പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും, നമ്മൾ അനുഭവിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ.